ഇതൊരു വെറും പണപ്പെരുപ്പമൊന്നുമല്ല. ലോകം മൊത്തം പണത്തിന്റെ കാര്യത്തിൽ കട്ട കലിപ്പിലായതാണ്. കടലാസ് നോട്ടിനെ ആർക്കും വിശ്വാസമില്ലാതായി. എല്ലാവരും കൂടി സ്വർണത്തെ അന്ന് വിശ്വസിച്ചു തുടങ്ങിയ കാലം. ചൈനയും ഇന്ത്യയും ഒക്കെ സ്വർണം വാരിക്കൂട്ടുന്നത് കണ്ടാൽ തോന്നും ഇനിയൊരു ലോകാവസാനം വരാൻ പോവാണെന്ന്. ഒരു സാമ്പത്തിക സുനാമി വന്നാലും രക്ഷപ്പെടാൻ എല്ലാവരും സ്വർണത്തിന്റെ ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കുകയാണ്. 2024 ആയപ്പോഴേക്കും സോളാർ പാനലുകൾ ലോകത്തെ വെള്ളിയുടെ 1/4 ഭാഗവും അങ്ങ് വിഴുങ്ങി. ഇനിയിപ്പോൾ സൂര്യപ്രകാശം കറണ്ടാവാൻ വെള്ളിയുടെ പളപളപ്പില്ലാതെ പറ്റില്ലെന്ന അവസ്ഥയാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ AI ചിപ്പുകളൊക്കെ വെറും പ്ലാസ്റ്റിക് അല്ല, നല്ല അസൽ വെള്ളിക്കമ്പികൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഈ മെഷീനുകൾക്ക് ബുദ്ധി കൂടണമെങ്കിൽ നമ്മുടെ പണപ്പെട്ടിയും കാലിയാവണം. ജനുവരി മധ്യമായപ്പോഴേക്കും സ്വർണം 1 പവന് ലക്ഷങ്ങൾ കടന്നു. ഒരു ചെറിയ മോതിരമുണ്ടെങ്കിൽ ഒരു വീട് പണിയാം എന്ന അവസ്ഥ. വെള്ളിയിലാണെങ്കിൽ തൊട്ടാൽ പൊള്ളുന്ന വിലയും. ഗ്രീൻലാൻഡ് വിഷയത്തിൽ ലോകം ഒന്ന് ചൂടായതും ജനുവരി 20 നിക്ഷേപകർ പേടിച്ച് സ്വർണത്തിലേക്ക് ഓടി. വില കുതിച്ചുയരുന്നത് കണ്ടപ്പോൾ ടിക്കർ മെഷീൻ പോലും വട്ടം കറങ്ങിപ്പോയി. പക്ഷേ അമേരിക്കൻ ബാങ്കിൽ പുതിയൊരു കടുപ്പക്കാരൻ തലവൻ വന്നതോടെ സ്വർണത്തിന്റെ ആട്ടം അങ്ങു നിന്നു. അദ്ദേഹം പലിശ കൂട്ടുമെന്ന് കേട്ടതും നിക്ഷേപകരുടെ പനി ഇളകി. ജനുവരി 30 വെള്ളിയാഴ്ച ആ വലിയ ബലൂൺ അങ്ങ് പൊട്ടി. വെറും മിനിറ്റുകൾക്കുള്ളിൽ വിപണിയിൽ നിന്ന് ലക്ഷം കോടികൾ ചായയിലെ ബിസ്ക്കറ്റ് പോലെ അലിഞ്ഞുപോയി. നമ്മുടെ കേരളത്തിലെ സ്വർണ്ണക്കടകളിൽ ഈച്ചയാട്ടുന്ന അവസ്ഥയായി. വില കേട്ട് തല കറങ്ങി മലയാളികൾ കല്യാണത്തിന് പോലും മുക്കുബണ്ടം മതിയെന്ന് തീരുമാനിച്ചു തുടങ്ങി. പക്ഷേ പേടിക്കണ്ട, 2 മാസം കഴിഞ്ഞാൽ കളി വീണ്ടും മാറും. ഈ വേനൽക്കാലത്തോടെ സ്വർണം അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുവരുമെന്നാണ് വമ്പൻ ബാങ്കുകാർ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.